അമ്മേ ഞാൻ ബോൾ അടിച്ചിട്ടാണ് അപ്പൂന് ഈ ഒരു അവസ്ഥ വന്നെന്ന് ആരെങ്കിലും അറിയണം. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഞാൻ ഡോക്ടർ പറഞ്ഞല്ലോ വീണ്ടും ബോൾ തലക്കടിച്ചു കഴിഞ്ഞാൽ അപ്പൂന്റെ ഓർമ്മയൊക്കെ തിരിച്ചു വരൂ. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക. കമൺ പിങ്കി, യു ക്യാൻ. കഥ പറഞ്ഞതാ അമ്മ. ചേട്ടാ കഥ അറിയാമോ? അത് തന്നെ പറഞ്ഞോട്. ഒരു രാമനുണ്ണി ഉണ്ടായിരുന്നു പണ്ട് പണ്ട് ദൂരെ ഒരിടത്ത്. രാമനുണ്ണിക്ക് ഒരു ദുഷ്ടം തന്ത ഉണ്ടായിരുന്നുള്ള കഥ പറഞ്ഞു. എന്തോ ചേട്ടാ പിന്നല്ല ഈ കഥ പറഞ്ഞതാ അമ്മ. പറയാം. ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനാണെങ്കിൽ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. പിന്നെ രാജ്ഞിക്കാണെങ്കിൽ പിന്നെ ഒരു കുഞ്ഞു ജനിച്ച്. അത് ഒരു തുടങ്ങിയ ദ്രോഹമാണ് ആ രാജാവായ കുഞ്ഞിന്റെ അടുത്ത്. ആ കുഞ്ഞിനാണെങ്കിൽ പിന്നെ വീണ്ടും ഒരു കുഞ്ഞു വന്ന് കളിക്കാനായിട്ട്. പിന്നെ രാജാവും രാജ്ഞി രണ്ട് കുഞ്ഞും കൂടി മിണ്ടാടി ഉറങ്ങിന്നാന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല അമ്മ. ഈ മുഹമ്മദിനെ പറഞ്ഞു വിടമ്മ. എനിക്ക് എന്റെ മണ്ട അടിച്ച് ഞാൻ എങ്ങനെ ഇരിക്കുന്നു? എന്ത് അസുഖം വന്നാലും ഉണ്ടല്ലോ, ഞാൻ ഇനി ഏതൊരു രൂപത്തിൽ വന്നാലും എന്റെ മണ്ട അടിച്ചു പൊട്ടിക്കും കളവൻ. കഥ പറയമ്മ. അമ്മയാണ് പറഞ്ഞു കൊടറേ. രാജാവും രാജ്ഞിയും എത്ര കുഞ്ഞു? 3 കുഞ്ഞു. 3-4 ഏറ്റവും ഇളയ കുഞ്ഞിന് പേരാണ് ഉണ്ണിക്കുഞ്ഞ്. രാജാവും രാജ്ഞിയും 3 കുഞ്ഞും കൂടെ അങ്ങനെ ഇരുന്നപ്പോ രാജാവ് വീണ്ടും വേറൊരു രാജ്ഞിയെ കൊണ്ടുവന്നു. അങ്ങനെ രാജാവും 2 രാജ്ഞിയും 3 കുഞ്ഞും കൂടെ ഇരുന്നപ്പോ രണ്ടാമത്തെ രാജ്ഞിയില് രാജാവിന് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി. അപ്പോ എനിക്ക് ഉറക്കം പറഞ്ഞു. നീ അടുത്ത കഥ പറ. അവനൂടെ പറയാം. ഇന്ന് എഴുതി പോകാൻ പറ. എനിക്ക് ഉറക്കം പറഞ്ഞു. ദൈവമേ, തല തന്നെ കൊള്ളണേ. അമ്മ 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 അപ്പു പൊട്ടിച്ച എന്തോടെ കാണിച്ച നീ? നിനക്ക് ഭ്രാന്താന്തരം കൊണ്ടാടി രാത്രി. നിന്റെ ഞാൻ ഒരിക്കൽ പറഞ്ഞാണ് വീട്ടിനകത്ത് ബോൾ കളിക്കല്ലെന്ന്. അപ്പൊ നീ തന്നെ പൊട്ടിച്ചല്ലേ? അത് ഒരു അബദ്ധം പറ്റിയാ കള്ളം കൂടെ പറയണ മണ്ടേ ഇടിച്ചു കയറ്റി കൊടുത്തു. എന്തൊരു ഭ്രാന്തെന്ന് പറയാ. എത്ര സമയം എടുത്താണ് പോയത് അവള് ബോൾ കളിക്കാൻ കണ്ട സ്ഥലം. എന്തൊരു പെണ്ണെന്തോ പോടെ അവിടെ. പെണ്ണ ഉറങ്ങി കിടക്കാണെന്ന് ഉറങ്ങും. മോനെ ഉണ്ണി കിടക്ക. കഥ പാണ. നമ്മൾ നേരത്തെ എത്ര കുട്ടികളായിരുന്നു രാജാവിന്? എനിക്കറിഞ്ഞോടി. നീ ആലോചിച്ചങ്ങ് പറഞ്ഞാ മതി. രാജാവും രാജ്ഞിയും പങ്കേഷ് പിണങ്ങിയിരിക്കായിരിക്കും അല്ലേ? അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് അടിയും നുള്ളൊക്കെ കിട്ടിയുണ്ട്. ഒന്നും കുഴപ്പമില്ല അങ്ങള്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൂന്റെ ഓർമ്മ പോയതേ ഈ ബോൾ കയറിക്കൊണ്ടിട്ടാണ്. എനിക്ക് അപ്പോഴാ നീ രാവിലെ പൊക്കിയിട്ട പോലെ തലയിടിച്ചായിരിക്കും അല്ലേ? അല്ല, പിന്നെ ഞാൻ കാലുകൊണ്ട് തട്ടിയപ്പോ തല കയറിക്കൊണ്ട്. എടി വൃത്തിയിട്ടവളെ പെങ്കി, നിന്നെ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. നീ എന്റെ അച്ഛന്റെ തല അറിഞ്ഞ് ഓർമ്മ കളഞ്ഞേക്കണല്ലേ? അയ്യോ അങ്കിളെ, ഞാൻ മനഃപൂർവ്വം അല്ല അങ്കിളെ. എടി എന്റെ അച്ഛനെ ഞാൻ വല്ലതും പറയുമെന്ന് പറഞ്ഞ് നീ എന്റെ അച്ഛന്റെ തലയെടുത്ത് അറിഞ്ഞു കൊടുത്തല്ലേ നീ? അയ്യോ, ഞാൻ കളിച്ചോണ്ടൊന്നും അറിയാതെ കൊണ്ടാണ്. അറിയാതെ കൊണ്ടതാ? ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് ഒന്നും കൂടി ബോൾ എടുത്തൊന്നും തലക്കെറിഞ്ഞു വെക്കില്ല. നിനക്ക് ഇനി മതിയായില്ല. നീ കൊണ്ടുവച്ചേറി. നീ അങ്ങനെ മാത്രം ആക്കണ്ട, എന്നെ കൂടെ എടുത്ത് എറിഞ്ഞു കൊല്ലടി. അയ്യോ സോറി അങ്കിൾ. ചിന്നു ചിന്നു അയ്യോ അപ്പച്ചി എടുത്ത് പറയല്ലേ അങ്കിൾ. ചിന്നു എടി ചിന്നു എന്നെ അടിച്ചത് നിങ്ങൾ ബോൾ കളിക്കണ? ഞാൻ ബോൾ കളിക്കണ. നീ ഇതെന്തോന്ന് പറയണത്? തലയ്ക്ക് ഭ്രാന്താ മനുഷ്യ.
ഇവളോ ചെറിയ കൊച്ചു പൊട്ടിക്കളി. അവള് ബോൾ കളിക്കണം. അവളുടെ കൂടെ മുതുക്കളവനെ നിങ്ങളൊന്നും ബോൾ കളിക്കണം. നിനക്ക് എന്തിനാ പ്രാന്താണെന്നാണോ? എനിക്കാ പ്രാന്ത്. വീട്ടിനകത്ത് ബോൾ കളിക്കണം നിങ്ങൾക്കാണ് പ്രാന്ത്. എടി വീട്ടിനകത്ത് ബോൾ കളിച്ച് ആടി ബോൾ കളിച്ച് വീട്ടിൽ കുത്തി കയറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തോന്ന് കാണിക്കണം അവളായിട്ട്? ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നേ. വിളിച്ചു പോവും. ഓ ചിന്നോ ചിന്നോ എന്ന് പറഞ്ഞ് വിളിച്ചു പോവും. ഉറക്കി കിടത്തിട്ട് വന്നാണ് ഞാൻ പറഞ്ഞ. എടി ഇവളെന്തോന്ന് കാണിച്ചാ നീ ഇത് പറയൂല. നീ എന്തിനാണ് കളിക്കാൻ വിളിച്ചത് ചേട്ടനെ? ഒരു അബദ്ധം പറ്റിപ്പോയി. ഇവള് കള്ളന്മാരാണ്. എന്നാണ് കളിക്കാതെ വിളിച്ചില്ല. ഞാൻ നിന്നത് കാര്യം പറയാൻ വിളിക്കാൻ നിങ്ങൾ കളിക്കാൻ പോയാ എനിക്ക് ഇത് പടി എന്നെ കളിക്കാൻ വിളിക്കണം നിങ്ങൾ. എന്നെ കളിക്കാൻ വിളിക്കണത്? എന്റെ ചേട്ടന്റെ അച്ഛനാണ് അവിടെ മാനസിക രോഗമായിട്ട് കിടന്നത്. അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ലല്ലേ? അതാണ് നിങ്ങൾ ഇങ്ങനെ ബോൾ വിളിച്ചോണ്ട് നടക്കണത്. എന്റെ ചേട്ടാ, നമുക്ക് ഇതിനൊക്കെ ഒരു നേരവും കാലം ഉണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കിയോട്ടെ, എന്നിട്ട് നമുക്ക് ബോൾ തേങ്ങ അറിഞ്ഞിട്ട് ഇവിടെ കൊലക്കണത്. എടി ഇവളാണ് എന്റെ അച്ഛന്റെ തല അറിഞ്ഞ് ബോളം കളഞ്ഞെന്ന്. അത് പറയാനല്ലേ ഞാൻ വന്നത്. പിങ്കി എന്താണ് ഇത്? ചേട്ടാ, ഇവളെ പിടിച്ച് പോലീസിലാണ് ഏൽപ്പിക്കേണ്ടത്. ഇവളെന്തോന്ന് പറയാൻ നിനക്ക് കേൾക്കണോ? ഇവൾ എന്റെ അടുത്ത് പറയാണ് നമുക്ക് ഒന്നും കൂടെ ഇപ്പൊ ഇതുപോലെ എറിഞ്ഞാലാന്ന്. നീ എന്തോന്ന് പിങ്കി മാമനെ കൊല്ലാൻ നോക്കണ? നീ നിനക്ക് എന്തോടി വേണ്ടെന്നാണോ വീട്ടുകാരൊക്കെ കൊന്നിട്ട്? പിടി, എന്നെ കൂടെ കുത്തി കൊല്ലും. ഇവിടെ ഇവിടെ കിടന്ന് ചത്തിട്ട് വേണം നമ്മളെ തലയിലാവാൻ. വൃത്തിയിട്ടോ നീ എന്ത് സൈക്കോയാ നീ? അവളുടെ രാവിലെ തൊട്ടുള്ള പന്ത് കളി, നിന്റെ നശിച്ച പന്ത്. അച്ഛാ, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? എനിക്ക് പടി. നീ അല്ലേടി എറിഞ്ഞിട്ടത്? ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. ഞാൻ പന്ത് എനിക്കെല്ലാം മനസ്സിലായടി. നീ നിന്റെ അണ്ണന്റെ ബോളും എല്ലാം കൂടെ എന്നെ തന്തയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിക്കാണ് അല്ലേടി? പഠിച്ചു പോടി, പോയി വെള്ളം എടുത്തിട്ടോ പോ. ചിന്നു, അച്ഛാ അച്ഛാ അച്ഛാ, അച്ഛാ അച്ഛാ അച്ഛാ, മോനെ ഉണ്ണി. പേര് പറഞ്ഞു വിളിക്കണ